ഹൈ ഡെസ്കെ പ്ലാറ്റോ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുന്റെ പുഷ്പ ടു ദ റൂൾ എന്ന സിനിമ 5-ാം തീയതി ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സിനിമ റിലീസ് ചെയ്ത കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ റിലീസിന്റെ ഭാഗമായിട്ട് 4-ാം തീയതി ആന്ധ്രയിലും തെലങ്കാനയിലും അവിടുത്തെ സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെ 4-ാം തീയതി രാത്രി മുതലേ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ചില സ്പെഷ്യൽ ഷോകൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും ഈ ടിക്കറ്റ് പ്രൈസിൽ ഹൈക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 1000+ അതുപോലെ തന്നെ 500+ ഒക്കെ ആണ് അവിടെ ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് അവിടെ പല തിയേറ്ററുകളിലും എത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഹൈദരാബാദിലെ സന്ധ്യ എന്ന് പറയുന്ന തിയേറ്ററിൽ പുഷ്പ 2 ഇവിടെ സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് ആക്ച്വലി ആ സമയത്ത് എത്തിയിരുന്നത്. അതേസമയത്ത് തന്നെ ഈ സിനിമ ഫാൻസിന്റെ ഒപ്പം കാണാൻ വേണ്ടിയിട്ട് സിനിമയുടെ നായകനായിട്ടുള്ള അല്ലു അർജുനും ഈ സന്ധ്യ തിയേറ്ററിൽ എത്തുകയുണ്ടായി. അപ്പോൾ അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് ആരാധകരും പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി വന്ന ആൾക്കാരും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആൾക്കാരും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും സന്ധ്യ തിയേറ്ററിൽ തടിച്ചുകൂടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ തിക്കും തിരക്ക് സംഭവിച്ചു. അപ്പോൾ ഈ തിക്കും തിരക്കിലും പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്കാണ് ആക്ച്വലി പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. അതേ സമയത്ത് 35 വയസ്സ് പ്രായമുള്ള രേവതി എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും 2 മക്കളും പുഷ്പ 2 സിനിമ കാണാൻ വേണ്ടിയിട്ട് ഈ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് മീൻസ് തിക്കിലും തിരക്കിലും പെട്ടിട്ട് രേവതിയുടെ മകനായിട്ടുള്ള ശ്രീതേജ് 9 വയസ്സ് പ്രായമാണുള്ളത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പരിക്ക് സംഭവിക്കുകയും മാത്രമല്ല ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് അവിടെ എത്തുകയും ഈ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ രേവതിയെയും അതുപോലെ തന്നെ മകനായിട്ടുള്ള ശ്രീതേജിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആംബുലൻസിലൂടെ പോകുന്ന വഴിയിൽ രേവതി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീതേജിനെയാണ് ആക്ച്വലി ഹോസ്പിറ്റലിലേക്ക് എത്തി ഇപ്പോൾ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തു വരുന്നത്. ആക്ച്വലി രേവതിയുടെ മകൻ ശ്രീതേജ് അല്ലു അർജുന്റെ ഏറ്റവും വലിയൊരു ഫാനാണ്. അപ്പോൾ ഈ ആരാധന അല്ലു അർജുനുള്ള ആരാധന കാരണമാണ് ആക്ച്വലി ഈ എന്താ പറയുക പുഷ്പ 2 റിലീസ് ഡേ തന്നെ കാണണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ആക്ച്വലി ഈ ഫാമിലി സിനിമ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ തുടർന്നാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രേവതി മരണപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് രേവതിയുടെ ഹസ്ബൻഡ് പറയുന്നത്. ഈ പ്രശ്നത്തെ തുടർന്ന് രേവതിയുടെ ഹസ്ബൻഡ് തിയേറ്റർ ഉടമസ്ഥനെതിരെയും അല്ലു അർജുന്റെ ബൗൺസേഴ്സ് അതായത് സെക്യൂരിറ്റീസ് അവർക്കെതിരെയും അല്ലു അർജുനെതിരെയും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരാതിയെ തുടർന്ന് പോലീസും 118 പ്രകാരവും 105 പ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ അന്വേഷിച്ചപ്പോലും പോലീസ് അവർക്ക് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും അല്ലു അർജുൻ വരുന്നതിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കാരണം അല്ലു അർജുൻ എന്ന് പറയുന്ന ആൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തീർച്ചയായിട്ടും എവിടേക്കാണ് വരുന്നത്, അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ തിയേറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ തിയേറ്റർ ഉടമസ്ഥൻ തീർച്ചയായിട്ടും പോലീസിൽ ഇൻഫോം ചെയ്യണം. കാരണം ഒന്ന് VIP-ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, 2 VIP വരുന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ അറ്റ്മോസ്ഫിയറിൽ നടക്കാൻ സാധ്യതകളുണ്ട്. അപ്പം അത് മുൻകൂട്ടി അറിഞ്ഞ് ആക്ച്വലി തിയേറ്റർ ഉടമയാണ് ആക്ച്വലി പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് തിയേറ്റർ ഉടമസ്ഥനെതിരെ ആക്ച്വലി കേസ് എടുത്തിരിക്കുന്നത്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലു അർജുനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗൺസേഴ്സ് ഉണ്ട്, അതായത് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവര് ആക്ച്വലി അല്ലു അർജുനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ഉന്തും തള്ളും നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചാണ് അവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല അല്ലു അർജുനെതിരെയും ആക്ച്വലി കേസ് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ ഈ വരവ് സംബന്ധിച്ച് ഇൻഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലു അർജുനെതിരെ ആക്ച്വലി കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും അല്ലു അർജുൻ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ ഉടൻ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ ആയിട്ട് അല്ലു അർജുൻ എക്സിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ
അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ബട്ട് സംഭവിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ട, ഈ ഫാമിലിക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അല്ലു അർജുൻ ചെയ്യാമെന്നും പ്രത്യേകിച്ചും അവരുടെ വിദ്യാഭ്യാസവും ഹെൽത്തും അവരുടെ വളർച്ചയും മീൻസ് രണ്ട് കുട്ടികളുടെ വളർച്ചയും എല്ലാ കാര്യങ്ങളും അല്ലു അർജുൻ ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഗുഡ് വിൽ ജസ്റ്ററായിട്ട് 25 lakh rupees അവർക്ക് നൽകാമെന്നുമാണ് ആക്ച്വലി അല്ലു അർജുൻ ആ വീഡിയോയിലൂടെ പറയുന്നത്. Firstly, I would like to say condolences to the entire family. Mottu Revati gar family ki condolences from me and the entire team of Pushpa. మేము ఏం చేసినా ఈ లాస్, మేము ఏం చేసినా ఎంత మాట్లాడినా దిస్ లాస్ కెన్ నెవర్ బీ can never be covered. And మా సైడ్ నుంచి what we would like to say is that we want to tell you that we're emotionally there for you. మీకు ఏం కావాల్సిన, మాకు కుదిరినంత శక్తిలో మీకు ఏ హెల్ప్ కావాలన్నా ఎలా కావాలన్నా we like to tell you that we like to be there for you. And మా తరపు నుంచి, నా తరపు నుంచి I'd like to donate an amount of rupees 25 lakhs. This is just as a goodwill gesture. అంటే నేను మీ వైపు ఐఎమ్ దేర్ ఫర్ యూ, నా యాక్షన్స్లో చూడండి, నన్ను నమ్మండి, నేను మీకోసం ఉన్నాను అని ఒక జెస్చర్గా I'd like to give them 25 lakhs rupees for their future, to secure their future. And especially పిల్లలు ఉన్నారంట, సో టు టెల్ దెమ్ దట్ I'll be there for them. వాళ్ళకి ఏ కైండ్ ఆఫ్ సపోర్ట్ కావాలన్నా కూడా we'll try to be there as much as possible అని ఒక గుడ్విల్ జెస్చర్గా చేస్తున్నాం. అండ్ ఈ దీనికి జరిగిన మెడికల్ ఎక్స్పెన్సెస్, దీనికి సంబంధం లేకుండా దీనికి జరిగిన మెడికల్ ఎక్స్పెన్సెస్, మిగతా ఎక్స్పెన్సెస్ అంతా కూడా మేము వీడ్ లైక్ టు టేక్ కేర్ ఆఫ్ ఇట్ అండ్ కీప్ యూ కంఫర్టబుల్ ఎట్ దిస్ అవర్. ఎందుకంటే వీ అండర్స్టాండ్ it's a very difficult time for the family to deal with, and we'd like to do all the things to support you at this hour. And నా తరపు నుంచి, మా ఎంటైర్ టీమ్ తరపు నుంచి మీ అందరికీ we'd like to say condolences to the family. പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരാധന എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലാവരുത്. അതായത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരാധനയും ഒന്നിനോടും, അതിന് വ്യക്തികളായാലും വസ്തുക്കളായാലും ചില ഐഡിയോളജികളായാലും എന്തായാലും അതിനോടെല്ലാം പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് കൃത്യമായിട്ട് നമ്മൾ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തമാകേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ആക്ടേഴ്സിന്റെ കാര്യത്തിലായാൽ പോലും പലപ്പോഴും പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചില ആക്ടേഴ്സിനോട് നമുക്ക് കൂടുതൽ ആരാധന ഉണ്ടാകാം. അപ്പൊ അവരുടെ കട്ടൗട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ കയറി പാലാഭിഷേകം, പൂക്കളൊക്കെ വിതറിക്കൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് തെന്നി വീണ് മരണപ്പെടുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് ആക്ച്വലി നഷ്ടമാകുന്നത്, നമ്മുടെ കുടുംബത്തിനാണ് നമ്മൾ നഷ്ടമാകുന്നത്, അവരുടെ ജീവിതത്തെയും നമ്മൾ പലപ്പോഴും ബാധിക്കുന്നുണ്ട് ഇത് മുഖേന. സോ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സേഫായിട്ട് അവരുടെ ഫാമിലിയൊത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പലപ്പോഴും. ഇപ്പോൾ ഈ ആക്ടേഴ്സിന്റെ കാര്യത്തിലായാലും അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ അതിനുള്ള വേതനം അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് അവരുടെ ബിസിനസ്സും കൂടിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കളഞ്ഞ് നമ്മുടെ വരുമാനം കളഞ്ഞ് ഒക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അപ്പൊ അവരൊരു പ്രൊഡക്റ്റ് നമുക്ക് തന്നു എങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക മീൻസ് ഇപ്പോൾ സിനിമയാണ് അവർ തന്ന പ്രൊഡക്റ്റ് എങ്കിൽ അത് നമ്മൾ കാണുക, എൻജോയ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അത് അത്ര മതി നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണി നോക്കിയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില വിഷയങ്ങളോട് കൂടുതൽ ആരാധന, അതായത് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതോ ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയുക, ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാനുള്ളത്.
പിന്നെ ഇതെന്ന് പറയുന്നത് പുഷ്പ 2 സിനിമ റിവ്യൂ അല്ല, ഇതൊരു ഇഷ്യൂ ആണ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹൈദരാബാദ്. സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സിനിമ കണ്ടു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നമുക്ക് അവ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.